സാർ, ഇപ്പം ഹൗസ് ബിൽഡിംഗ് പ്രോസസ്സിങ്ങിൽ കുറേ സ്റ്റെപ്പുകൾ, അതായത് പ്രോസസ്സുകൾ ഡിഫിക്കൽട്ടായി വരുന്നുണ്ട്, അല്ലെങ്കിൽ പുതിയ സ്റ്റെപ്പുകൾ വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ 1 ഇയറിൻ്റെ റൂൾ വരുന്നു, അല്ലെങ്കിൽ CSP പോലത്തെ ഒരു പുതിയ പ്രീ അപ്രൂവൽ പോർട്ടൽ കൊണ്ടുവരുന്നു. അപ്പം മെജോറിറ്റി കുട്ടികളും അവിടെയൊക്കെ ഫെയിൽഡാണ്. ഓഫർ ലെറ്റർ കിട്ടിയിട്ട് ഈ പ്രീ അപ്രൂവൽ കിട്ടാത്തതുകൊണ്ട്, വിസ കിട്ടാത്തതുകൊണ്ടൊക്കെ ഫ്ലൈ ചെയ്യാത്ത ഒത്തിരി കുട്ടികൾ നമ്മുടെ അടുത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇഷ്ടംപോലെ ചലഞ്ചസ്, ബാരിയേഴ്സ് വന്നിട്ടും എന്തുകൊണ്ടാണ് ഓരോ ഇൻടേക്കിലും എഡ്യൂഫ്ലെയറിൽ മാത്രം ഫ്ലൈ ചെയ്യുന്ന ആളുകളുടെ കൗണ്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം സെപ്റ്റംബർ ഇൻടേക്കിൽ ഫ്ലൈ ചെയ്യുന്നതിൻ്റെ 2 ഇരട്ടിയാണ് ഇനി അടുത്ത മാർച്ച് ഇൻടേക്കിലേക്ക് ഫ്ലൈ ചെയ്യാൻ പോകുന്നത്, ഒരു മിനി ഇൻടേക്ക് ആയിട്ട് പോലും. അപ്പം എഡ്യൂഫ്ലെയറിൽ എന്തുകൊണ്ടായിരിക്കും അത് പോസിബിൾ ആവുന്നത്? എഡ്യൂഫ്ലെയറിൽ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിൻ്റെ പ്രോസസ്സ് ചെയ്യുമ്പോൾ നമ്മൾ 2 വിധത്തിലുള്ള വിദ്യാർത്ഥികളെയാണ് തിരഞ്ഞെടുക്കുന്നത്. ഒന്ന്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച വിദ്യാർത്ഥികൾ. 2, ഔട്ട് കാൻഡിഡേറ്റ്, പുറത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച വിദ്യാർത്ഥികളെയും നമ്മൾ പ്രോസസ്സിന് വേണ്ടി സെലക്ട് ചെയ്യാറുണ്ട്. അപ്പം ഈ ഔട്ട് കാൻഡിഡേറ്റ് ആയിട്ട് ഈ മാർച്ച് ഇൻടേക്കിലേക്ക് വന്ന വിദ്യാർത്ഥികളിൽ ബഹുഭൂരിപക്ഷം ആളുകളും മറ്റ് കൺസൾട്ടൻസികളിൽ ഫയൽ കൊടുത്ത് സെപ്റ്റംബർ ഇൻടേക്കിൽ ഫ്ലൈ ചെയ്യാൻ സാധിക്കാത്ത ആളുകളാണ് ബഹുഭൂരിപക്ഷം മാർച്ച് ഇൻടേക്കിലേക്ക് നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പം അതിൻ്റെ റീസണൊക്കെ ചോദിക്കുന്ന സമയത്ത് പലപ്പോഴും കുട്ടികൾ ഫയൽ കൊടുത്തിട്ടുള്ള പല കൺസൾട്ടൻസിക്കും ഈ CSP പോർട്ടൽ എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല, അവിടെ എങ്ങനെയാണ് ഫയൽ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫോമിൽ കൃത്യമായ കാര്യങ്ങൾ പറയാൻ വേണ്ടി ശ്രമിക്കാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ. പലപ്പോഴും ചില വിദ്യാർത്ഥികൾ, ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ ഡിഗ്രി ചില സ്ഥലത്ത് മറച്ചു വയ്ക്കുകയും ചില സ്ഥലത്ത് പൂരിപ്പിക്കുമ്പോൾ ഡിഗ്രി ഉണ്ടെന്ന് എഴുതുകയൊക്കെ ചെയ്ത് കോൺട്രഡിക്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ബിൽഡ് ചെയ്ത് ഫയലൊക്കെ തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായി പലപ്പോഴും ഇവർക്ക് ചില ആളുകൾക്ക് CSP പോർട്ടലിൽ തന്നെ പലപ്പോഴും അവരുടെ സ്ലോട്ട് കിട്ടാനുള്ള താമസം ഉണ്ടാകുന്നുണ്ട്. രണ്ടാമത് ഈ ഫയലൊക്കെ ആയിട്ട് വിസയ്ക്ക് പോകുന്ന സമയത്ത് അവരെ വിസ റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യതയായിട്ടാണ് അത്തരം സംഭവങ്ങൾ സംഭവിച്ചിട്ടാണ് പലപ്പോഴും ആളുകൾ നമ്മുടെ അടുത്ത് വന്നിട്ടുള്ളത്. പല വിദ്യാർത്ഥികളും ഓഫർ ലെറ്റർ കിട്ടിയിട്ട് സമയത്ത് വിസ കിട്ടി പോകാൻ പറ്റാതെ അവരുടെ ഇൻടേക്ക് നഷ്ടപ്പെട്ട് വന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം കാരണം എന്ന് പറയുന്നത് കൃത്യമായി ഈ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രോസസ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ ശക്തമായി ഇതിനെപ്പറ്റി അറിയുന്ന സ്റ്റാഫുകളോ ഇല്ലാത്ത സ്ഥലത്താണ് പലപ്പോഴും വിദ്യാർത്ഥികൾ ഇത് കൊണ്ടു കൊടുക്കുന്ന ഫയലുകൾ. അപ്പം എഡ്യൂഫ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മുടെ ഒരു വിഷൻ്റെ ഭാഗമായതുകൊണ്ട് നമ്മൾ ഇതിനു വേണ്ടി ഒരു ശക്തമായ ടീമിനെ ബിൽഡ് ചെയ്ത് ഇതിൽ റിസർച്ച് ചെയ്ത് ഓരോ സമയത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ഫയലിൽ കൃത്യമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഒരു വിദ്യാർത്ഥി ഡിഗ്രി കഴിഞ്ഞൊരു വിദ്യാർത്ഥിയാണെങ്കിൽ, അല്ലെങ്കിൽ +2 കഴിഞ്ഞ് വേറെ എന്തെങ്കിലും പഠിച്ചിട്ടുള്ളൊരു വിദ്യാർത്ഥിയാണെങ്കിൽ നമ്മളതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് ഈ ഡിഗ്രിയുടെ കാര്യം പറയണമോ പറയണ്ടയോ, അങ്ങനെ പറയണമെങ്കിൽ എങ്ങനെ പറയണം, അവരുടെ മോട്ടിവേഷൻ ലെറ്ററിൽ എന്താണ് എഴുതേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ച് അതിനനുസരിച്ചാണ് ഒരു വിദ്യാർത്ഥിയുടെ ഫയൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ആ പ്രിപ്പയർ ചെയ്യുന്ന ഫയലിൽ എല്ലാ സ്ഥലത്തും ഒരേപോലെയാണ് നമ്മൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുന്നതും പോകുന്നതും. ആ വിദ്യാർത്ഥികൾ അവരുടെ വിസ ഇൻ്റർവ്യൂവിന് പോകുമ്പം എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇതിനെ സംബന്ധിച്ച് കൃത്യമായി എന്ത് പറയണമെന്ന് അവരെ പഠിപ്പിച്ചിട്ടാണ് നമ്മൾ വിസ ഇൻ്റർവ്യൂവിന് വേണ്ടി അവരെ പറഞ്ഞു വിടുന്നത്. എംപ്ലോയറുടെ മുന്നിലൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഒരുപക്ഷെ ഏജ് ഗ്യാപ്പുള്ളൊരു വിദ്യാർത്ഥിയാണെങ്കിൽ ആ വിദ്യാർത്ഥിയുടെ ഏജ് ഗ്യാപ്പിൻ്റെ റീസണിങ് കൃത്യമായി എംപ്ലോയറെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അവരെ പഠിപ്പിച്ചിട്ടാണ് നമ്മൾ ഇൻ്റർവ്യൂവിന് വിടുന്നത്. ഇങ്ങനെ പല കാര്യങ്ങൾ ക്വാളിറ്റിയോടുകൂടി ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് 100% വിസ സക്സസ് റേറ്റ് ഉള്ളത്. ഒരുപാട് വിദ്യാർത്ഥികൾ എഡ്യൂഫ്ലെയറിലേക്ക് ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിൻ്റെ പ്രോസസ്സിന് വേണ്ടി കടന്നു വരുന്നത്.